നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 4125 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേര് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. 40,382 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,463 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടം അറിയാത്ത 412 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 87 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 38,574 സാമ്പിളുകൾ പരിശോധന നടത്തി. 3007 പേരാണ് രോഗവിമുക്തരായത്. കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിലാണ് വ്യാപനം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് എന്നാണ്. ഇന്നലെ വരെ സംസ്ഥാനത്ത് ആകെയുള്ള ആക്റ്റീവ് കേസുകളുടെ എണ്ണം 39,258. അതിൽ 7,047 പേർ തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 18% കേസുകൾ തിരുവനന്തപുരത്താണ്. മരണങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്ത 553 മരണങ്ങളിൽ 175 സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 32% മരണങ്ങൾ. ഇന്ന് ജില്ലയിൽ 681 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 130 പേർക്ക് എവിടെ നിന്ന് ബാധിച്ചുവെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ആൾക്കൂട്ടമുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിവരുന്ന സമരങ്ങളെ കാണേണ്ടത്. നിരന്തരം ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടും സമരം നടത്തുന്നവർ വേണ്ടത്ര ഗൗരവത്തോടെ ഇത് പരിഗണിക്കുന്നില്ല. മാധ്യമങ്ങളും ആ പ്രശ്നം ഗൗരവത്തോടെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത്. കോവിഡിനൊപ്പം ജീവിക്കേണ്ട ഈ ഘട്ടത്തിൽ മുൻപുണ്ടായിരുന്ന രീതികളെ നാം അടിമുടി മാറ്റിയിട്ടുണ്ട്. മീറ്റിങ്ങുകൾ കൂടുന്നത്, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വിവാഹങ്ങൾ നടത്തുന്നത്, കടകൾ പ്രവർത്തിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ സഹായകമായ രീതിയിലാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരുതലുകൾ നാം സ്വീകരിക്കുന്നത്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ സമരങ്ങളെന്ന പേരിൽ ആൾക്കൂട്ടം സൃഷ്ടിച്ച് കോവിഡ് പ്രതിരോധത്തെ തകിടം മറിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുൾപ്പെടെ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യമായി പറയുന്നത് ആൾക്കൂട്ടം ഒഴിവാക്കലാണ്. അത് മുഖവിലക്കെടുക്കാതെയാണ്
അക്രമാസക്തമായ ആൾക്കൂട്ട സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വൈറസിന് ഏറ്റവും എളുപ്പം പടരാവുന്ന അവസരമാണ് ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നത്. ഇതിന്റെ ഫലമായി സമരങ്ങൾ നേരിടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ, മറ്റു പോലീസുകാർ എല്ലാം കോവിഡ് ബാധിതരാകുന്നു. ഇത് വളരെ നിർഭാഗ്യകരമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്ന സമരങ്ങൾ തടയാൻ സംസ്ഥാന വ്യാപകമായി നിയുക്തരായ പോലീസുകാരിൽ 101 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ ഒരു ഡിവൈഎസ്പി, ഒരു ഇൻസ്പെക്ടർ, 12 സബ് ഇൻസ്പെക്ടർമാർ, 8 ASIമാർ ഒക്കെ ഉൾപ്പെടുന്നു. കൂടാതെ 71 സിവിൽ പോലീസ് ഓഫീസർമാർക്കും 8 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 164 പേർ പ്രൈമറി കോണ്ടാക്റ്റാണ്. 171 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. സഹപ്രവർത്തകർക്ക് അസുഖം ബാധിക്കുന്നത് മൂലം നിരവധി പോലീസുകാരാണ് ക്വാറന്റൈനിലാകുന്നത്. കോവിഡിനെതിരെ പ്രവർത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഇത് വിഘാതമാവുകയാണ്. സാമൂഹ്യ അകലം പാലിക്കൽ മുതലായ കോവിഡ് പ്രോട്ടോകോൾ സമരക്കാർ പാലിക്കുന്നില്ല. ഇക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന സേനയാണ് പോലീസ്. അതിനുള്ള പ്രത്യുപകാരമായി അവർക്കിടയിൽ രോഗം പടർത്തുകയാണോ വേണ്ടതെന്ന് എല്ലാവരും ചിന്തിക്കണം. അവരും മനുഷ്യരാണ്. മനുഷ്യജീവനുകളേക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്നെല്ലാവരും തിരിച്ചറിയണം. ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷേ പ്രതിഷേധിക്കുന്നവർ അത് സമൂഹത്തെ ഒന്നടങ്കം അപകടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുക തന്നെ വേണം. മറ്റെന്തെല്ലാം പ്രതിഷേധ മാർഗങ്ങളുണ്ട്? അക്രമസമരം നടത്തിയാലേ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാനാകൂ എന്നൊരു ധാരണ മാറിക്കിട്ടിയാൽ ഈ പ്രശ്നത്തിന് വലിയൊരളവ് പരിഹാരമാകും. നമ്മളെല്ലാവരും ആത്മപരിശോധനയ്ക്ക് തയ്യാറായേ തീരൂ. നമ്മുടെ സഹോദരങ്ങളെ ഈ മഹാമാരിക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. അതിനാവശ്യമായ ജാഗ്രത വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുകയും വേണം. കൊല്ലം ജില്ലയിൽ 347 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. മടങ്ങിപ്പോയ അതിഥി തൊഴിലാളികളിൽ 379 പേർ ജില്ലയിൽ തിരികെ എത്തിയിട്ടുണ്ട്. നാട്ടിൽ പോകാതെ ജില്ലയിൽ തങ്ങിയത് 7834 പേരായിരുന്നു. ട്രെയിനിൽ എറണാകുളത്തെത്തിയ ശേഷം ജില്ലയിലേക്ക് വരുന്ന തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യാതെ പോകരുതെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളെ
പോലീസ് നിരീക്ഷിക്കുന്നത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിലവിലുള്ള 11 ആക്റ്റീവ് ക്ലസ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പന്തളം കടക്കാട് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിലാണ്. ശവസംസ്കാര ചടങ്ങുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമൂലം സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ 11 ക്ലസ്റ്ററുകളിൽ പുറക്കാട്, പുന്നപ്ര സൗത്ത്, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. പള്ളിപ്പുറം, അമ്പലപ്പുഴ സൗത്ത്, ചേർത്തല സൗത്ത് എന്നീ ക്ലസ്റ്ററുകളിലും സജീവമായ കേസുകളുടെ എണ്ണം കൂടുതലാണ്. കോട്ടയം വാഴപ്പള്ളി പഞ്ചായത്തിൽ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നത് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. സെപ്റ്റംബർ 14 മുതൽ 4 തവണയായി 856 പേരെ ഇവിടെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിൽ 101 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നേരത്തെ രോഗവ്യാപനം ശക്തമായിരുന്ന മേഖലകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രോഗബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യവുമുണ്ട്. എറണാകുളം ജില്ലയിലെ പ്രതിദിന സ്ഥിരീകരണത്തിൽ 10 മുതൽ 20% വരെ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഓണമാഘോഷങ്ങളോടനുബന്ധിച്ച് സമ്പർക്ക വ്യാപനത്തിന്റെ തോതിൽ വർധനയുണ്ടായിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ നല്ലൊരു പങ്ക് രോഗലക്ഷണങ്ങളില്ലാത്തവരാണ്. കോഴിക്കോട് ജില്ലയിൽ തീരദേശങ്ങളിൽ രോഗം വ്യാപിക്കുന്ന സാഹചര്യം തുടരുകയാണ്. കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളത് കോർപ്പറേഷനിലെ കപ്പക്കൽ വാർഡിലാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഇവിടെ 107 പേരാണ് പോസിറ്റീവായത്. കണ്ണൂർ ജില്ലയിലെ 4 ആശുപത്രികൾ ഉൾപ്പെടെ 8 ആക്റ്റീവ് ക്ലസ്റ്ററുകളുണ്ട്. 11 ക്ലസ്റ്ററുകളുടെ രോഗബാധ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് താൽക്കാലികമായി അടച്ചു. ഇവിടെ തിങ്കളാഴ്ച വൈകിട്ട് ഡയാലിസിസ് ചെയ്ത രോഗിക്ക് പിന്നീട് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് നടപടി. ജില്ലാ ആശുപത്രിയിലെ 11 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് അവിടുത്തെ ഓഫീസുകൾ ഇന്നലെ മുതൽ താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്ത മഴ 169.5 മില്ലിമീറ്ററാണ്. സെപ്റ്റംബർ മാസത്തിലെ ഈ ദിവസങ്ങളിലെ ദീർഘകാല ശരാശരി കേവലം 32.5 മില്ലിമീറ്റർ മാത്രമാണ്. ഇതോടുകൂടി ജൂണിൽ തുടങ്ങിയ നമ്മുടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷ പ്രശ്നത്തിൽ കേരളത്തിൽ ആകെ ലഭിച്ച മഴ 2194.1 മില്ലിമീറ്ററായി. അതായത് ദീർഘകാല ശരാശരിയായ
1973 മില്ലിമീറ്ററിനേക്കാൾ 11% അധിക മഴയാണിത്.